പെസഹ പുതിയൊരു തുടക്കമാണ്. പുതുജീവനും പ്രത്യാശയും നൽകുന്ന തിരുനാൾ. 100% നമ്മുടെ കൂടെ ആയിരിക്കുവാൻ സ്വന്തം ശരീരവും രക്തവും നമുക്ക് സമർപ്പിച്ച് ഈശോ നൽകിയ അത്താഴ വിരുന്നിനെ അനുസരമാക്കിയ ദിവസം. അതിൻ്റെ മാധുര്യം ഞങ്ങളുടെ ഗ്രാമപള്ളികളിൽ എത്തിക്കുവാൻ ശിബിയച്ചനും ഞാനും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ഒരുക്കുന്ന പെസഹ വിരുന്നിൽ എളിമയോടെ, പരസ്നേഹത്തിലൂടെ, പരിത്യാഗ പ്രവർത്തികളിലൂടെ പങ്കെടുക്കുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഈശോയുടെ ക്ഷണക്കത്തുമായി ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ പോകുന്ന ദൗത്യമാണ് ഞങ്ങളുടെ ഓരോ യാത്രയ്ക്കും. അവിടെ വെയിലുണ്ട്, മഴയുണ്ട്, മണലുണ്ട്, ചെളിയുമുണ്ട്, കയറ്റങ്ങളും ഇറക്കങ്ങളുമുണ്ട്. എങ്കിലും അയച്ചവൻ കൂടെ നടക്കുന്നു എന്ന ഉറപ്പുള്ളതുകൊണ്ട് യാത്രയിൽ ക്ഷീണം അറിയുന്നതേയില്ല. ഈ വിരുന്നിൽ സ്ലീഹന്മാളികിൽ സ്ലീഹന്മാരെ പോലെ ഗ്രാമങ്ങളിൽ തമ്പുരാനായി സ്ഥലമൊരുക്കുന്നവരുണ്ട്. വിളികേട്ട് ഓടിവരുന്നവരുമുണ്ട്. ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന അതിഥികളുമുണ്ട്. തൻ്റെ മക്കളുടെ അരികെ ആയിരിക്കുവാനുള്ള ഒരപ്പൻ്റെ അടക്കാൻ പറ്റാത്ത ആഗ്രഹത്തിൻ്റെ സഫലീകരണമായിരുന്നു ക്രിസ്തുമസ്. ക്രിസ്തുമസ് വായനകൾക്കിടയിൽ ആവർത്തിച്ച് പറയപ്പെട്ട വാക്കാണ് ഇമ്മാനുവേൽ. ഈ ആശയത്തെ അന്വർത്ഥമാക്കിയ ഈശോയുടെ ഭൗതിക ജീവിതത്തിലെ അവസാനത്തെ അത്താഴമാണ് തൻ്റെ 33-ാമത്തെ വയസ്സിൽ അരങ്ങേറിയത്. ഈ അത്താഴ കൂട്ടായ്മയിലാണ് ഇമ്മാനുവേൽ എന്ന പേരിൻ്റെ അഗാധമായ അർത്ഥം ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും. തൻ്റെ ശരീരവും രക്തവും നമുക്ക് പോഷണമായി നൽകിക്കൊണ്ട് ഒരു ശരീരവും ജീവനുമാകുവാൻ അവിടുന്ന് നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ഈ വിശുദ്ധ വാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പാത വെടിഞ്ഞ് എളിമയുടെയും പരസ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും വക്താക്കളാകുവാൻ അവിടുന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. കുരിശില്ലാതെ കിരീടമില്ല. കുരിശിലൂടെ അല്ലാത്ത കിരീടം മൺകുടം ചുമക്കുന്നത് പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും തകർക്കപ്പെടാം. അനീതിക്ക് മുൻപിൽ തലകുനിക്കുവാൻ പീലാത്തോസിനെ പ്രേരിപ്പിച്ചത് കിരീടത്തിൻ്റെ പ്രലോഭനമായിരുന്നു. നൈമിഷികമായ ചങ്ങാത്തത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി തമ്പുരാനെ തള്ളിപ്പറയുന്നവരിൽ നമ്മളുമില്ലേ? ഈശോയുടെ കൂടെ അല്ലാത്ത സഹനം യൂദാസിനെ പോലെ നമ്മെ നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കും. കുരിശിന്റെ ദുഃഖപൂരിതമായ പെസഹ ബലിക്ക് ശേഷം ഉയർപ്പിന്റെ ആഹ്ലാദത്തിലേക്ക് കടന്നുവന്ന ഈശോയുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്കും പങ്കുചേരാം. മഹത്വ കീർത്തനങ്ങൾ പാടാം. മരണത്തെ കീഴടക്കി സ്നേഹത്തിലൂടെ ഈ ലോകം ഇന്ന് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ ഉയർപ്പ് തിരുനാളിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.